സോ ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ വൺ സൈഡഡ് ലവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അതായത് നമുക്കിടയിൽ ഒരുപാട് പേര് ഒരു വൺ സൈഡഡ് ലവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മറ്റൊരാൾ അറിയാതെ ആ വ്യക്തിയെ സ്നേഹിക്കുക. അതായത് മറ്റൊരാൾക്ക് ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയുക പോലും ചെയ്യുന്നുണ്ടാവില്ല. അവരറിയാതെ നിങ്ങൾ അവരെ സ്നേഹിക്കുക. അതാണ് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്നേഹം. അതാണ് ഈ വൺ സൈഡഡ് ലവ് എന്നുള്ളത്. അതെല്ലാവർക്കും അറിയായിരിക്കും. ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ തന്നെ 1% വരുന്ന ആൾക്കാർ ചിലപ്പോൾ വൺ സൈഡ് ലവ് ചെയ്യുന്നവരായിരിക്കും. ഈ വൺ സൈഡഡ് ലവിനെ ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്കുണ്ടായിരിക്കും. വൺ സൈഡ് ലവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അവരൊക്കെ പറയും ഇത് ഭയങ്കര രസമാണ്. അതായത് ഒരാളറിയാതെ അയാളെ സ്നേഹിക്കുക, അയാളോടെ നടക്കുക, അയാൾ പോലും അറിയാതെ അയാളെ സ്നേഹിക്കുക, അതൊരു വല്ലാത്ത ഫീലൊക്കെയാണെന്ന് ചിലർ പടച്ചുവിടും. പല ആളുകളും ഇതിനെ ഒരു ഫിലോസഫിക്കലായിട്ടായിരിക്കും കാണാൻ ശ്രമിക്കുക, ഒരു ഫിലോസഫിക്കൽ തോട്ടായിട്ടായിരിക്കും ഇതിനെ കാണാൻ ശ്രമിക്കുക. അതായത് ചില സ്റ്റാറ്റസുകളിലും അല്ലെ സിനിമ ക്ലിപ്പുകളിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കാൽപ്പനികതയോടെയാണ് വൺ സൈഡ് ലവിനെ അവരെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വൺ സൈഡഡ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമേ അല്ല. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും പേഴ്സണൽ ലൈഫിനെയും പേഴ്സണൽ ഗ്രോത്തിനെയും സാരമായ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഫ്രണ്ട്ഷിപ്പിലൊക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മറ്റൊരു വ്യക്തിയോട്, ഇപ്പോൾ ഒരു ആണിന് ഒരു പെണ്ണിനോട്, ഒരു പെണ്ണിന് ഒരു ആണിനോട് ഇഷ്ടം തോന്നി, ഒരു വൺ സൈഡ് ലവ് ആണ്. അവർ എന്ന് പറയുന്നു, ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്പോട്ട് റിജക്ഷൻ കിട്ടും. പക്ഷേ ഈ റിജക്ഷൻ കിട്ടിയാലും ചില ആളുകൾ അവർ വിടത്തില്ല, അവരപ്പോഴും പിന്നാലെ നടക്കും. അവരുടെ ഒരു ഉദ്ദേശം, അവരുടെ മൈൻഡിൽ നിന്ന് പറയുന്നത് ഇന്ന് അവൾ റിജക്റ്റ് ചെയ്തേക്കാം, പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്തു കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ എൻ്റെ സ്നേഹം മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും അവരുടെ മനസ്സിൽ. ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഓൾമോസ്റ്റ് വൺ സൈഡ് ലവ് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ലോക മണ്ടത്തരമാണ്. റിജക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നാലെ പോകുന്നു, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് വൺ സൈഡ് ലവ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പക്ഷേ തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കിതൊരു നല്ല ഫീലിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ കാലം മുന്നോട്ട് പോകുന്തോറും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അട്രാക്ഷൻ അത് കൂടിക്കൂടി വരികയും പിന്നീട് നിങ്ങളെ മനസമാധാനക്കെടുത്തുകയും ചെയ്യും. ഈ മനസമാധാനക്കേടിൻ്റെ അങ്ങേ അറ്റം എത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ വ്യക്തി നിങ്ങൾക്ക് സ്വന്തമാകാതെ മറ്റൊരാളുടെ സ്വന്തമാകും. അതുപോലെ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു വൺ സൈഡ് ലവും വെച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്കുള്ള ഫീലിംഗ് നാളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തോന്നുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരിക്കലും സംഭവിക്കണമെന്നില്ല. മാത്രമല്ല അവരുടെ കണ്ണിൽ ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും വാല്യൂ ഇല്ലാത്ത, ഒരു വിലയില്ലാത്ത മനുഷ്യനായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളൊരു വൺ സൈഡ് ലവിൽ മാക്സിമം പെട്ടുപോകാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരാളോട് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് അയാളോട് ചെന്ന് പറഞ്ഞ് അതൊരു 2 സൈഡ് ലവ് ആക്കി മാറ്റാൻ ശ്രമിക്കുക, അതൊരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. ഇനിയും ആ വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക. അതിന് വലിയായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള പേഴ്സണൽ സ്റ്റാറ്റസ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ വാല്യൂ അതിപ്പോൾ എത്രയാണോ അതിൽ നിന്നും കുറേ കൂടി ഉയർത്താൻ ശ്രമിക്കുക. ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ഹൈ വാല്യൂ പേഴ്സൺ ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ കൂട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ റിജക്റ്റ് ചെയ്ത വ്യക്തി ചിലപ്പോൾ നാളെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളുടെ വൺ സൈഡ് ലവ് നിങ്ങൾക്ക് 2 സൈഡ് ലവ് ആക്കി അതിനൊരു സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. എക്സ്പെക്റ്റേഷൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരാൾ അറിയാതെ ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് സ്നേഹം അതൊരു ഇമോഷനാണ്, അതൊരു ഫീലിംഗ് ആണ്. അതിന് നമ്മളെ വളർത്താനും സാധിക്കും, അതുപോലെ തളർത്താനും തകർക്കാനും സാധിക്കും. സോ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.